മണിക്കൂറായിട്ടാ, 1 മണിക്കൂറായി ഒരാൾ ഒരു 100 ഗ്രാം പൂവുള്ളൂ, അതും പിടിച്ചോണ്ടിരിക്കണേ. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയതാ പറവൂര്. എൻ്റെ പൊന്നോ, ഒരു 100-500 പൂ മേടിച്ചിട്ടുണ്ട്. ഈ പണിയില്ലേ, ഇത് ഞാൻ ഇറന്ന് മേടിച്ചതാ. എന്താ കാര്യം എന്നറിയാം, പിന്നെ അവര് കുറച്ച് പോയി തന്നുള്ളൂ കൂടെ. എന്നിട്ട് ഞാൻ അതിന്റെ കൂടെ പിന്നെയും മേടിച്ചു. എനിക്കറിയില്ലായിരുന്നു ഇതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാൻ ഇങ്ങനത്തെ പൂ മേടിച്ചിട്ടൊന്നും ഇതറിയിട്ടില്ല. ഞങ്ങൾ പറിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നത്. പെട്ടു എന്ന് പറയുന്നതാണ് നല്ലത്. ഇപ്പൊ സമയം ഒത്തിരിയായി, തീർന്നില്ല. നാളെ രാവിലെ ഇടാനില്ലല്ലോ, ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? കഴിയുന്നത് ചെയ്യാൻ, ബാക്കി അവിടെ ഇതല്ല, ഇത്രയും പൂ മേടിച്ചിട്ട് അവൾക്കിത് പോരാന്ന്, ഇനിയും വേണമെന്ന് പറയണേ. ആകെ ഇത് ഇടാനുള്ള മുറ്റം കുറവാണ്. ഇത് ഇടാനുള്ള മുറ്റമൊന്നുമില്ല. ഇത്ര പൂ മുഴുവനും ആ മുറ്റത്തെ വീടൊന്നും എനിക്കറിയാൻ പാടില്ല. അച്ഛൻ്റെ നോക്കണ്ട അവിടെ ഇരുന്നു. ബാക്കി നാളെ കാണാം. തിരുവോണത്തിന് എൻ്റെ ഭാര്യ വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോയിട്ടാ. വെളുത്തുപോയി. വിനോട്ടനോട് വിളിക്കാൻ പറഞ്ഞു, വിനോട്ടം വിളിച്ചില്ല. എന്താ പല ടൈപ്പ് പൂക്കളാണ് എടുത്ത് വെച്ചാണ്, പല കളറ്, നല്ല ഭംഗിയുണ്ട്. അതാണ് ഇട്ടിനി കൊളായി പോകുന്ന ദൈവത്തിനറിയാം. അതാണ്. അപ്പം ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ കാണിക്കാൻ അടുത്ത് കേട്ടാ. എന്താ ഇത്രയും വരെ എത്തിയിട്ടാ, അടിപൊളിയായിട്ട് ഇരുന്നേ. ഇരുന്നേരത്ത് നനങ്ങളില്ല. എന്താ ബാക്കി എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നുള്ളി കളിച്ചോണ്ടിരിക്കണേ. ഇന്നെങ്ങാനും തീരുമോ? അതെ, നമ്മളെ ഇച്ചിരി പൂ മേടിച്ചിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പിന്നെ അടിപൊളി. അച്ഛൻ ചായ കുടിക്കുന്നു, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട്. ഡോണ നോക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അറിയുന്ന പോലെയൊക്കെ വെറുതെ ഇച്ചിരി പൂണ്ട്, ഇച്ചിരി ഇത് ശരിയായിട്ടില്ല. അങ്ങനെ വെറുതെ അങ്ങനെ അങ്ങ് ഇട്ട്